പ്രിയപ്പെട്ടവരെ, ഇന്ന് ധനഹാകാലം 6-ാം ഞായറാഴ്ചയാണ്. ഇന്ന് തിരുസഭ നമുക്ക് ധ്യാന വിഷയമായി നൽകുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 22 മുതൽ 31 വരെയുള്ള തിരുവചന ഭാഗമാണ്. ഇതിൻ്റെ സാരസംഗ്രഹം ഇതാണ്: യോഹന്നാൻ സ്നാനം നൽകിയിരുന്നതിൻ്റെ സമീപത്തായിട്ട് ഈശോയും സ്നാനം നൽകുകയാണ്. ഇത് കണ്ട യോഹന്നാൻ്റെ ശിഷ്യന്മാർ യോഹന്നാൻ്റെ അടുത്ത് പരിഭവമായി വരികയാണ്. ഇതാ, നീ സ്നാനം നൽകിയവൻ ഇവിടെ അടുത്ത് സ്നാനം നൽകുന്നു, അവൻ്റെ അടുത്തേക്ക് ആളുകൾ പോകുന്നു. ആ പറച്ചിലിൻ്റെ ധ്വനി അവനെ ശകാരിക്കുക എന്ന് തന്നെയാണ്. എന്നാൽ സ്നാപയോഹന്നാൻ ഈശോ ആരാണ് എന്ന് അവരെ പഠിപ്പിക്കുകയാണ്. അതിന് രൂപകങ്ങൾ ഉപയോഗിക്കുന്നു. മണവാട്ടിയുള്ളവനാണ് മണവാളൻ. അതിനുശേഷം പറയുന്നു, ഉന്നതത്തിൽ നിന്ന് വരുന്നവൻ എല്ലാറ്റിലുപരിയാണ്. നമ്മൾ വളരെ ലഘു എന്ന് വിചാരിക്കുന്ന ഈ സുവിശേഷ ഭാഗത്തിന് പക്ഷേ ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്, ദൈവശാസ്ത്ര മാനങ്ങളുണ്ട്. നമുക്ക് അതിലേക്ക് വരാം. അതിന് മുന്നോടിയായിട്ട് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ, ഈ സുവിശേഷ ഭാഗമൊക്കെ ആധികാരികമായിട്ടുള്ള ബൈബിൾ കമൻ്ററികളുടെ അടിസ്ഥാനത്തിലാണ് വ്യാഖ്യാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്നേഹിതരായിട്ടുള്ളവരും ഒക്കെ സുവിശേഷത്തെക്കുറിച്ചുള്ള ഒരു പഠനം കൂടിയാണ്. അവരിലേക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്യണമെന്നും കൂടെ അഭ്യർത്ഥിക്കുകയാണ്. അത്തരത്തിൽ കമൻറ്റുകളും ഒക്കെ നിങ്ങൾക്കിടാവുന്നത് ഇടുകയും കൂടെ ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് ആരംഭ ഭാഗത്തിലേക്ക് വരാം. ഇങ്ങനെയാണ് സുവിശേഷം ഭാഗം തുടങ്ങുന്നത്: ഇതിനു ശേഷം യേശുവും ശിഷ്യന്മാരും യൂദയാദേശത്തേക്ക് പോയി. വളരെ സിമ്പിളായ ഒരു സെൻറ്റൻസ് ആണെന്ന് നമുക്ക് തോന്നും, പക്ഷെ ഒത്തിരി അർത്ഥമുണ്ട്. ഇതിനു ശേഷം എന്ന് പറഞ്ഞാൽ ഏതിനു ശേഷമാണ്? ഇതിനു മുമ്പ് വിവരിക്കുന്ന കാര്യം തന്നെയാണത്. നിക്കോദേമസുമായിട്ടുള്ള സംഭാഷണത്തിന് ശേഷമെന്നാണ്. ഈ സംഭാഷണം ഒരു രാത്രി മുഴുവൻ നീണ്ടു നിന്നിരുന്നു എന്നാണ് പറയുന്നത്. അതിന് സാക്ഷികളായി ശിഷ്യന്മാരും ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് യോഹന്നാൻ സുവിശേഷകനുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷമാണ് അവർ യൂദയാദേശത്തേക്ക് പോയത്. ഇനി യൂദയാദേശത്തേക്ക് പോയി എന്ന് യോഹന്നാൻ പറയുന്നതിൻ്റെ ദൈവശാസ്ത്രപരവും ഭൗമബദ്ധവുമായ മാനമെന്താണ്? അതിന് വളരെ വലിയ അർത്ഥമുണ്ട്. കാരണം സുവിശേഷകന്മാരിൽ ഏറ്റവും ലോജിക്കലായി സുവിശേഷം എഴുതിയിരിക്കുന്ന യോഹന്നാനാണ്. പെർഫെക്റ്റ് ലോജിക്കാണ് യോഹന്നാൻ സുവിശേഷകൻ്റെ പ്രത്യേകത. ഈശോയുടെ സുവിശേഷത്തിൻ്റെ രക്ഷാകര പ്രവൃത്തികളുടെ ക്രമം എന്ന് പറഞ്ഞ് ബൈബിൾ അവതരിപ്പിക്കുന്നത് ജെറുസലേം, യൂദയ, സമരിയ, ലോകത്തിൻ്റെ അതിർത്തികളെന്നാണ്. നടപടി പുസ്തകം 1-ാം അധ്യായം 8-ാം തിരുവചനത്തിൽ സ്വർഗാരോഹണ വേളയിൽ ശിഷ്യന്മാരോട് ഈശോ പറയുന്ന ഇതാണ്: നിങ്ങൾ ജെറുസലേമിലും യൂദയായിലും സമരിയായിലും ലോകത്തിൻ്റെ അതിർത്തികൾ വരെയും എനിക്ക് സാക്ഷികളായിരിക്കണമെന്നാണ്. ലൂക്കായുടെ സുവിശേഷം 24:48 പറയുന്നു, പാപമോചനത്തിനുള്ള അനുതാപം ജെറുസലേമിൽ ആരംഭിച്ച് ലോകത്തിൻ്റെ അതിർത്തികൾ. അപ്പോൾ തുടങ്ങുന്നത് ജെറുസലേമിലാണ്. നോക്കുക, യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് രക്ഷാകര പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ഉണ്ടാകുന്നു. അതിനുശേഷം ഉടനെ യോഹന്നാൻ അവതരിപ്പിക്കുന്നത് ജെറുസലേം ദേവാലയത്തിൻ്റെ ജെറുസലേം ദേവാലയം ശുദ്ധീകരിക്കുന്നതാണ്. അപ്പോൾ ജെറുസലേമിൽ തുടങ്ങുന്നു. പിന്നീട് അടുത്തത് ഇതാണ്, യൂദയായിലേക്ക്. അപ്പോൾ യൂദയാദേശത്തിലേക്ക് വരുന്നു. ഇനി ഈ ഭാഗത്തിന് ശേഷം അടുത്തത് വരുന്നത് സമരിയക്കാരിയുമായിട്ടുള്ള സംഭാഷണമാണ്. അപ്പോൾ ആ തരത്തിൽ വളരെ ലോജിക്കലായിട്ട് യോഹന്നാൻ ശ്ലീഹ ഈ സുവിശേഷ ഭാഗത്തെ ക്രമീകരിച്ചിരിക്കുന്നുവെന്നാണ്. ഇനി അടുത്തത് കാണുന്നത് നമ്മളിതാണ്: അവിടെ അവൻ അവരോടൊത്ത് താമസിച്ച് സ്നാനം നൽകി. അപ്പോൾ ആരോടൊത്താണ് താമസിച്ചിരിക്കുന്നത്? ശിഷ്യന്മാരോട് കൂടിയാണ്. കാരണം അതിനു മുമ്പ് നമ്മൾ കാണും ശിഷ്യന്മാരും കൂടെ യൂദയാദേശത്തേക്ക് പോയി. ഏത് ശിഷ്യൻ്റെ ഭവനത്തിലായിരിക്കാം? ഫിലിപ്പോസിൻ്റെയോ യാക്കോബിൻ്റെയോ ഭവനത്തിലായിരിക്കാം എന്നാണ് പറയുന്നത്. യൂദയ വലിയൊരു പ്രദേശമാണ്. അപ്പോൾ ജോർദാൻ്റെ തീരപ്രദേശങ്ങളിൽ എവിടെയോ ആയിരിക്കാം ഈ ശിഷ്യന്മാരുടെ ഭവനത്തിലായിരിക്കാം താമസിച്ച്, അവിടെ താമസിച്ച് സ്നാനം നൽകിയെന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ ഇതിന് മറ്റൊരു കാര്യം കൂടെയുണ്ട്. നിക്കോദേമസുമായിട്ടുള്ള സംഭാഷണം സ്നാനത്തെക്കുറിച്ചാണല്ലോ. അവിടെ ജലത്താലും ആത്മാവിനാലും ജനിക്കണം എന്ന് നിക്കോദേമസിനോട് പറയുന്നു. ഈ ജലത്താലും ആത്മാവിലുമുള്ള ജനനമാണ് ഇവിടെ ഇപ്പോൾ നടക്കുന്നത്, ഈ സാലിമിനടുത്തുള്ള ഏനോനിൽ നടക്കുന്നത്.
ഈശോ സ്നാനം നൽകുമ്പോൾ നടക്കുന്നത്. അപ്പോൾ ആ തരത്തിലും യോഹന്നാൻ ശ്ലീഹ വളരെ മനോഹരമായിട്ട് ഈ സുവിശേഷ ഭാഗത്തെ ക്രമീകരിക്കുകയാണ്. ഇനി ഈ സാലിമിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ വിശുദ്ധ ബൈബിളിൽ മറ്റൊരു സ്ഥലത്തും ഈ സാലിമിനെ കുറിച്ചുള്ള വിവരണമില്ല, അങ്ങനെ ഒരു പേരില്ല. സാലിമിനടുത്തുള്ള ഏനോനിൽ എന്ന് പറയുമ്പോൾ ഈ രണ്ട് പദങ്ങളും കൂടെ നമ്മൾ ഒരുമിച്ച് ചേർത്തിട്ട് വ്യാഖ്യാനിച്ചാൽ ശാന്തമായി ഒഴുകുന്ന അരുവി എന്നാണ് അതിൻ്റെ അർത്ഥം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും വലിയ ഫലം മാമോദീസായിലൂടെ എല്ലാ മനുഷ്യരിലേക്കും കിട്ടേണ്ട ഏറ്റവും വലിയ ഫലം എന്ന് പറയുന്നത് ഈ ശാന്തതയാണ്, സൗമ്യതയാണ്. അതാണ് പരിശുദ്ധാത്മാവിലുള്ള ജീവിതത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഈശോയിൽ ആത്മാവിൽ ജലത്താലും ആത്മാവിനാലും സ്നാനം സ്വീകരിച്ചാൽ എല്ലാ മനുഷ്യർക്കും ഉണ്ടാകേണ്ട പ്രത്യേകത സൗമ്യതയും ശാന്തതയുമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കുക, ഇന്ന് അതാണ് ദൈവികതയുടെ അടയാളം എന്ന് പറയുന്നത്. ഇന്ന് പക്ഷേ അതിന് നേരെ ഓപ്പോസിറ്റായ കാര്യങ്ങളാണ് നമ്മുടെ ചുറ്റും കാണുന്നത്. ശാന്തതയും സൗമ്യതയും ഇല്ലാതാകുമ്പോൾ ദൈവികത നഷ്ടപ്പെടുന്നു, അവിടെ പൈശാചികത പടരുന്നു. കഴിഞ്ഞ ദിവസം കണ്ടല്ലോ, സ്വന്തം അപ്പനെ, ഒരു ക്രിസ്ത്യാനിയാണ് പയ്യൻ, അവൻ MBBS ചൈനയിൽ പഠിച്ചിട്ട് തിരിച്ചു വന്നു, സ്വസ്ഥമായിട്ട് ജീവിക്കാൻ എൻ്റെ സ്വാതന്ത്ര്യം അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞ് അപ്പനെ വെട്ടിക്കൊന്നു. എത്രയോ സംഭവങ്ങളാണ് അങ്ങനെ. അക്രമവും വയലൻസും, ഈ ശാന്തതയ്ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യം വയലൻസ് പടരുന്നു, ചുറ്റുപാടുകളിലെല്ലാം പടരുന്നു. പൈശാചികതയുടെ ഉറഞ്ഞു തുള്ളൽ നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് സാലിമിനടുത്തുള്ള ഏനോനിൽ സ്നാനം നൽകി, ശാന്തതയുടെ അരുവി. അവിടെ നിന്ന് ഈശോ സ്നാനം നൽകുമ്പോൾ ഈ സ്നാപകയോഹന്നാൻ്റെ ശിഷ്യന്മാർ കംപ്ലൈൻറ്റുമായിട്ട് വരികയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, സ്നാപകയോഹന്നാനെ കുറിച്ച് എല്ലാവർക്കും നല്ല മതിപ്പായിരുന്നു. സ്നാപകയോഹന്നാൻ സദുക്കായനോ ഫരിസേയനോ അല്ലാത്തയാളാണ്. സദുക്കായനോ ഫരിസേയനോ അല്ലാത്തയാൾ യഹൂദർക്ക് പരിചിതമല്ലാത്ത പാപമോചനത്തിൻ്റെ സ്നാനം നൽകുന്നു. അതുകൊണ്ട് ഈ തീഷ്ണമതിയായ ചെറുപ്പക്കാരനായ സ്വതന്ത്രനായ സന്യാസിയെ അവർക്കെല്ലാം ഇഷ്ടമായിരുന്നു. ഭരണാധികാരികൾക്ക് പോലും ഋജുവായ നേരെ വാ നേരെ പോ എന്നുള്ള സംഭാഷണം, തീവ്രത നിറഞ്ഞ ശൈലി, ദൈവം തമ്പുരാനോടുള്ള ആത്മാർത്ഥത, ഈ ജനങ്ങൾ, അതുകൊണ്ട് സൈനികർ പോലും വന്ന് ഞങ്ങൾ എന്ത് ചെയ്യണം ഗുരു എന്ന് ചോദിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ആ തരത്തിൽ എല്ലാവർക്കും വളരെ മതിപ്പുള്ള സ്നാപകയോഹന്നാൻ, ശിഷ്യന്മാർക്ക് സ്നാപകയോഹന്നാനെ കുറിച്ച് വലിയ ആത്മാർത്ഥതയാണ്, അവർക്ക് സ്നേഹമാണ്. ഈ ഗുരു ഒരു തരത്തിലും ചെറുതാകാൻ അവർക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ് അവർ പരിഭവമായിട്ട് പറയും, നീ സ്നാനം നൽകിയവൻ ഇതാ നിന്നേക്കാൾ വലിയവനാകുന്നു എന്ന് പറയുന്നു. അവരുടെ ആത്മാർത്ഥതയിലാണ് അവർ പറയുന്നത്. പക്ഷേ അത് ഫലത്തിൽ ഒരു ഏഷണി പോലെ ആവുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കുക, ഒരു മനുഷ്യൻ്റെ മഹത്വം വെളിപ്പെടുന്നത് ഏഷണിക്ക് വശംവദനാകാതിരിക്കുമ്പോഴാണ്. ചുറ്റുമുള്ളവരുടെ ഏഷണികളിൽ വീണു പോകുന്നതാണ് പലർക്കും അബദ്ധങ്ങൾ സംഭവിക്കുന്നത്. വലിപ്പമുള്ള മനുഷ്യൻ്റെ പ്രത്യേകത ഏഷണികളിൽ വീഴാതിരിക്കുക എന്നുള്ളതാണ്. ഞാനൊരു സംഭവം ഓർക്കുന്നത് ഒരു സ്കൂളിൽ നടന്നതാണ്. അവിടെ എല്ലാവരോടും നല്ലതുപോലെ ഇടവഴി പോകുന്ന ഒരു ഓഫീസ് സ്റ്റാഫുണ്ട്. പക്ഷേ ഈ ഓഫീസ് സ്റ്റാഫിനോട് ഒരാൾക്ക് അവിടെ അല്പം അസൂയയാണ്. അതുകൊണ്ട് തന്നെ ഒരു ദിവസം ചുറ്റുവട്ടത്തെല്ലാം പോയി, ഓഫീസുകളിൽ, ബാങ്കിൽ പോയി, അവിടെയെല്ലാം പോയതിന് ശേഷം വേർത്തൊലിച്ച് ആ മനുഷ്യൻ വന്ന് ഓഫീസിലിരുന്നു. അപ്പോൾ വേർപ്പ് കാരണം, ആവി കാരണം ഷർട്ടിൻ്റെ ബട്ടൺസ് ഒന്ന് അല്പം തുറന്ന് ഒന്നിരുന്നു. ഇത് കണ്ടതും മറ്റേയാൾ ഹെഡ് മാസ്റ്ററിൻ്റെ അടുത്ത് ചെല്ലുകയാണ്. ചെന്നിട്ട് പറയുന്നു, കണ്ടോ, എത്രയോ പേര് വരുന്ന സ്ഥലമാണ്, പ്രത്യേകിച്ച് പെൺപിള്ളേരെല്ലാം വരുന്നു, ഇരിക്കുന്ന ഇരിപ്പ് കണ്ടോ, ദുരുദ്ദേശമാണ്. അപ്പോൾ വളരെ ആരും അറിയാതെ ഹെഡ് മാസ്റ്റർ അത് ശരിയാണോ എന്നറിയാൻ വന്ന് നോക്കുകയാണ്. രഹസ്യമായി നോക്കുന്നു, ഈ ദൃശ്യം കാണുന്നു. അന്ന് വൈകുന്നേരം സ്റ്റാഫ് മീറ്റിംഗ് കൂടുകയാണ്. എന്നിട്ട് പറയുന്നു, ഇവിടെ മറ്റുള്ളവർക്ക് പ്രകോപനപരമായ രീതിയിൽ ഇരിക്കുന്ന ആളുകളുണ്ട്, ദുഷ്ടലാക്കോടുകൂടി ഇരിക്കുന്ന ആളുകളുണ്ട്, സ്ത്രീ ജനങ്ങളെ ആകർഷിക്കാൻ വേണ്ടി ഇരിക്കുന്ന ആളുകളുണ്ട് എന്നൊക്കെ പറഞ്ഞ് പാവം ആ മനുഷ്യൻ അങ്ങേയറ്റം ദുഃഖിച്ച് ഇറങ്ങിപ്പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ തരത്തിൽ ഏഷണികളിൽ വീണു പോകുന്നു ആളുകൾ. പക്ഷേ സ്നാപകയോഹന്നാൻ ഏഷണികളിൽ വീഴുന്നില്ല. സ്നാപകയോഹന്നാൻ മറിച്ച്
ഈശോ ആരാണ് എന്നവരെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ആ ഉപമ തന്നെ. ഈ തർക്കം ഇനി എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതും കൂടെ നമ്മൾ മനസ്സിലാക്കുക. അവിടെ ശുദ്ധീകരണത്തെക്കുറിച്ച് തർക്കമുണ്ടായി എന്നാണ് പറയുന്നത്. അതായത് സ്നാപകന്റെ ശിഷ്യരും ഒരു യഹൂദനും തമ്മിൽ ശുദ്ധീകരണത്തെക്കുറിച്ച് തർക്കമുണ്ടായി. ഈ യഹൂദൻ ശരിക്കും ഈശോയിൽ നിന്ന് സ്നാനം സ്വീകരിച്ച ആളായിരിക്കാം. ഈ ഭാഗത്ത് മാത്രമാണ്, യോഹന്നാൻ മാത്രമാണ് ഈശോ സ്നാനം നൽകി എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സുവിശേഷ ഭാഗം മാത്രമേ ഉള്ളൂ. അപ്പോൾ ചിലർ പറയുന്നത് ഈശോ അല്ല, ശിഷ്യന്മാരാണ് സ്നാനം നൽകിയതെന്ന് പറയുന്നു. ഏതായാലും ഈശോയിൽ നിന്നോ ശിഷ്യന്മാരിൽ നിന്നോ സ്നാനം നേടിയ ആളാണ്, കിട്ടിയ ആളാണ് ഈ യഹൂദൻ. എന്നിട്ട് ഈ തർക്കമാണ്, ശുദ്ധീകരണത്തെക്കുറിച്ച് തർക്കമുണ്ടായി. എന്തുകൊണ്ടാണ്? കാരണം ശുദ്ധീകരണത്തെക്കുറിച്ച് ഈശോ അവതരിപ്പിച്ച കാഴ്ചപ്പാട് യഹൂദരുടെ പരമ്പരാഗത രീതികളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. അതാണ് ഈ തർക്കം. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, വായിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ് മനുഷ്യനെ അശുദ്ധനാക്കുന്നത്, വായിലേക്ക് ചെല്ലുന്നതല്ല എന്ന് പറഞ്ഞ് ഈശോ അതിനു മുമ്പ് പറയും. കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് ആരും അശുദ്ധരാകുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഈ തരത്തിലുള്ള തർക്കമാണ് ശുദ്ധീകരണത്തെക്കുറിച്ച് ഉള്ള തർക്കം. അതുകൊണ്ടാണ് അവർ തർക്കമുണ്ടാക്കി എന്നിട്ട് സ്നാപകൻ്റെ അടുത്ത് വരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് സ്നാപകൻ പറയുന്നത്, ഈ പ്രബോധനം ഇത് മാനുഷികമല്ല, ഇത് സ്വർഗത്തിൽ നിന്ന് വരുന്നതാണ്. സ്വർഗത്തിൽ നിന്ന് വരുന്നതാണ്. അതായത് സ്നാപക യോഹന്നാൻ പ്രഖ്യാപിക്കുകയാണ്, ഈശോ സ്വർഗത്തിൽ നിന്ന് വരുന്നയാളാണ്, ഭൗമികനല്ല. അതുകൊണ്ട് പറയുന്നു. അപ്പോൾ അതിനെ സൂചിപ്പിക്കുന്ന മഹത്തായ ഒരു പഴയ നിയമ ബിംബം കൂടെ ഉപയോഗിക്കുകയാണ്. എന്താണ്? മണവാട്ടി ഉള്ളവനാണ് മണവാളൻ. ഈ മണവാളൻ എന്നുള്ള പദപ്രയോഗം പഴയ നിയമത്തിൽ യെശയ്യാ പ്രവാചകൻ ഉൾപ്പെടെ പ്രയോഗിക്കുന്നത് യാഹ്വയെക്കുറിച്ചാണ്. മണവാട്ടി ഇസ്രായേൽ ജനതയാണ്. അപ്പോൾ പറയുന്നത്, സ്നാപക യോഹന്നാൻ പറയുന്ന വലിയൊരു തിയോഫെനി അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു പ്രഖ്യാപനം, ദൈവാവിഷ്കാരം നടത്തുകയാണ് സ്നാപക യോഹന്നാൻ തൻ്റെ വാക്കുകളിലൂടെ. ഉന്നതത്തിൽ നിന്ന് വരുന്നവൻ, അതായത് യാഹ്വയുടെ സ്ഥാനത്ത് ദൈവം തമ്പുരാനാണ്, ദൈവത്തിൻ്റെ പുത്രനാണ് മിശിഹാ തമ്പുരാൻ, ഉന്നതത്തിൽ നിന്ന് വരുന്നവനാണ്, ഞാൻ പക്ഷേ ഭൗമികനാണ് എന്ന് വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്. ഞാൻ അവൻ്റെ സ്നേഹിതനാണ് എന്ന് വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ സ്നാപക യോഹന്നാൻ്റെ, ഈ യോഹന്നാൻ സുവിശേഷകൻ അവതരിപ്പിക്കുന്ന സ്നാപക യോഹന്നാൻ്റെ ഏറ്റവും അവസാനത്തെ സാക്ഷ്യമാണിത്. എന്നിട്ടാണ് പറയുന്നത്, ഞാൻ കുറയുകയും അവൻ വളരുകയും ചെയ്യണമെന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുമ്പിലുള്ള ചോദ്യം ഇതാണ്: നമ്മൾ നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ ക്രിസ്തുവിനെ, ഈശോയെ വളർത്തുന്നുണ്ടോ? അതോ നാം ഈശോയ്ക്ക് എതിർ സാക്ഷ്യമാണോ? നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ നമ്മളാണോ വളരുന്നത്, അതോ ഈശോയാണോ വളരുന്നത്? നമ്മുടെ ഒരു വലിയ ഒരു ധനാഢ്യനായ ഒരു മനുഷ്യൻ ഒരിക്കൽ പറയുന്നത് കേട്ടു. അദ്ദേഹം വളരെയധികം സഭയെയും സംവിധാനങ്ങളെയൊക്കെ ആക്ഷേപിച്ച് പറയുകയാണ്. അദ്ദേഹം ഒരിക്കൽ ഒരു നാളിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞ കാര്യം ഓർക്കുകയാണ്. അദ്ദേഹം പറയുന്നു, അച്ഛാ, സഭയോടും സംവിധാനങ്ങളോടുമൊക്കെ ആർക്കൊക്കെ സ്നേഹം കുറയുന്നു, അതിന് കാരണം ഈശോയോട് സ്നേഹമില്ലാത്തതുകൊണ്ടാണ്, സുവിശേഷം വായിക്കാത്തത് കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, സ്നാപക യോഹന്നാൻ്റെ സാക്ഷ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. ഞാൻ ആരെയാണ് വളർത്തുന്നത്? ഞാൻ ക്രിസ്തുവിൻ്റെ സ്നേഹിതനാണോ? സ്നാപക യോഹന്നാൻ പറയും, ഞാൻ അവൻ്റെ സ്നേഹിതനാണ്. നാം ഈശോയുടെ സ്നേഹിതരാണോ? നാം അവിടുത്തെ സഭയുടെ സ്നേഹിതരാണോ? നാം സഭയോടും സുവിശേഷത്തോടും ചേർന്ന് നിൽക്കുന്നവരാണോ? ഇതെല്ലാം നമുക്ക് ഈ ഭാഗത്ത് ധ്യാനിക്കാം. Subscribe now and press the bell icon. Never miss an update.